അപ്പോൾ നമുക്കിന്ന് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് ചതച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, ഉപ്പ് ഇത് ചേർത്ത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ പീസെല്ലാം ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് മുരിയണ്ട, നമ്മളിനി വേവിക്കാനുള്ളതല്ലേ. അപ്പോൾ ഒരു ഷാലോ ഫ്രൈ ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ആ എണ്ണ കളയരുത്. ആ എണ്ണയിൽ തന്നെ കറിവേപ്പിലയിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായിട്ട് പച്ചമണം പോയതിന് ശേഷം മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ചേർത്ത് കൊടുക്കുക. സവോള ചേർത്ത് നന്നായിട്ട് വഴഞ്ഞു വന്ന് കഴിയുമ്പോഴത്തേക്കിന് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ എരിവിന് മറ്റേ നല്ല മുളക് പൊടി ചേർത്ത് ഗരം മസാല, പെരിഞ്ചീരകം നന്നായിട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. പച്ചമണം എല്ലാം പോകുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് ചേർന്നതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് കൊടുക്കുക. ചിക്കനും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 1.5 കപ്പ് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ച് കുറുക്കി ആവശ്യത്തിനനുസരിച്ചുള്ള ചാറ് വരുത്തി അതിനകത്ത് കറിവേപ്പില ചേർത്ത് നമ്മുടെ കറി അങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമ്മളിനി നെയ്ച്ചോറ് വെക്കാൻ പോവാണ്. നമ്മൾ കുക്കറിനകത്ത് നെയ്യും വെളിച്ചെണ്ണയും സമാസമം ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ഹോൾ മസാല എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഹോൾ മസാല ഇട്ട് ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോയി കഴിയുമ്പോഴത്തേക്കിന് ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. വാടി കഴിയുമ്പോഴത്തേക്കിന് ഞാനൊരു 1 കപ്പ്, നമ്മൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് ആ ഒരു കപ്പ് അരി നന്നായിട്ട് കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഈ നെയ്ക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് അതേ കപ്പിൻ്റെ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കറിൽ അടച്ച് വെക്കുക. ഒരു വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്കിന് ഫുൾ സ്റ്റീം പോയി കഴിയുമ്പോൾ നമ്മൾ കുക്കർ തുറന്നു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കഴിഞ്ഞാൽ റൈസ് കിട്ടും. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവോളയും പിന്നെ എൻ്റെ അണ്ടിപ്പരിപ്പില്ലായിരുന്നു, അത് കാരണം മുന്തിരി മാത്രം വറുത്ത് ചേർത്തിട്ടുണ്ട്. നമ്മൾ കഴിക്കാനായിട്ട് വിളമ്പി എടുത്തിട്ടുണ്ട്. നമുക്കിനി കഴിച്ചു നോക്കാം. ഞാൻ വെച്ചതുകൊണ്ട് പറയുമല്ലോ കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.